ഹലോ, യാര്? ഞാൻ മണികണ്ഠ മൂത്താശാരി. യാര് വേണം? ആ ആ കൊടുക്കലാമേ, കൊടുക്കലാമേ. പ്രേമ, പ്രേമ, നിനക്കൊരു ഫോൺ. ആ, തമിഴന്മാർക്ക് വരെ എന്റെ നമ്പർ അറിയാം, മലയാളികൾക്ക് അറിയില്ല. കുശുമ്പേ. வைத்தி எங்க இருந்த? தேங்க்ஸ்டா. நான் கூட வரேன். ஐயோ அது நடக்காது, இங்கே அப்பா தனியா தானே. ஓகே ஓகே தேங்க்ஸ். വേലായുധൻ കുട്ടി ഇങ്ങ് വാ. അങ്ങനെ ഈ വേലായുധൻ കുട്ടിയോട് ഗുഡ് ബൈ പറയാറായി. നാളെ മുതൽ നിനക്ക് പഴയ കൺമണിയാകാം. വൈത്തി തിരിച്ചെത്തി. ഇന്ന് തന്നെ വേണമെങ്കിൽ ചെന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് ശരിയാക്കണമല്ലോ. നാളെ രാത്രി വണ്ടിക്ക് വിടാം, ഞാനും കൂടെ വരാം. പോലീസും കേസും ഒക്കെ ഉള്ളതാണല്ലോ. ഈ വേഷം അവിടെ ചെല്ലുന്നവരെ ഉള്ളത് നല്ലതാ. ദൈവമേ, നീർപ്പോളമേലുള്ള ഒരു കളിയായിരുന്നു. അതെങ്ങാനും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈശ്വരാ, ചിന്തിക്കാൻ വയ്യ. ചെന്ന് പണി തുടങ്ങിക്കോ. പോകുന്ന കാര്യം ഞാൻ പ്രസന്റ് ചെയ്തോളാം. ഞാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞല്ലോ? നിങ്ങളെ ഒന്നും വിട്ടിട്ട് പോകാൻ എനിക്ക് വയ്യ. അത്രേ ഉള്ളൂ. അന്നാ ട്രെയിന് തല വെച്ചിരുന്നെങ്കിലോ? ജീവിതത്തിൽ ഇങ്ങനെ പല പല ഘട്ടങ്ങൾ ഉണ്ടാകും കുട്ടി. തിരുപ്പൂര് പോയി അവിടുത്തെ അന്തരീക്ഷവും ക്ലൈമറ്റും അവിടുത്തെ സുഹൃത്തുക്കളും ഒക്കെ യോജിച്ച് കഴിയുമ്പോഴേ ഇതങ്ങനെ മാഞ്ഞില്ലാതാവും. ചെന്ന് പണി നോക്ക്. ഇല്ല, ഞാൻ പോണില്ല. വെറുതെ വാശി പിടിക്കല്ലേ. ഇപ്പൊ തന്നെ ക്ഷമയുടെ നെല്ലിപ്പലയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എനിക്ക് പറ്റില്ല. നാളെ രാവിലെ 7 മണിക്ക് ഒരു ബസ്സുണ്ട്. ടിക്കറ്റ് ഞാൻ തന്നെ ബുക്ക് ചെയ്തോളാം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നീ വേണമെങ്കിൽ പൊക്കോ. വേലായുധം കുട്ടി ഇവിടുന്ന് ഒരു സ്ഥലത്തേക്കില്ല. നീ പേടിക്കണടാ, ഞാനാ ഇവിടുത്തെ മൂത്താശാരി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. നിനക്ക് ഇഷ്ടമുള്ള കാലം വരെ നിനക്ക് വേണ്ട. ഇവന്റെ ചാടിത്തുള്ളലൊക്കെ ഞാൻ നിർത്തിത്തരാം. ചെന്ന് പണിയെടുക്ക്. ഞാൻ എന്താടാ മക്കുണ? അല്ല, മനസ്സിലാവാണ്ട് ചോദിക്ക. നിനക്ക് എന്തിന്റെ കേടാ? ആ ചെറുക്കൻ ഒരുവിധം ഭംഗിയായിട്ട് പണി പഠിച്ചോണ്ടിരിക്കുക. നല്ല അടക്കം, നല്ല ഒതുക്കം, നല്ല വിനയം, നല്ല ഒന്നാന്തര സ്വഭാവം. അവരിഷ്ടല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവരെ പിടിച്ച് കയറ്റി അയക്കാൻ പോണേ? പോലീസിന്റെ ഇടി കിട്ടിയിട്ടുണ്ട്. ഇടി ഇല്ല. എന്നാ താമസിയാതെ മൂത്താശ്ശേരി അതിന്റെ സ്വാതറിയും. പോലീസ്, ജയില്, ലോക്കപ്പ്, ഫുൾ ടൈം ബിസി ആയിക്കോളും. ജീവിക്കാൻ വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിക്കാൻ ഭാര്യയോട് മോനോട് പറ. നിന്റെ തലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു? ഈടോ മനുഷ്യ, അത് വേലായുധൻ കുട്ടിയല്ല, കൺമണിയാണ്. റോയ് മാത്യൂസിന്റെ വീട്ടിൽ നിന്ന് കാണാതായി പോയ പെൺകുട്ടി. നീ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞല്ലോ നീ. ആരോടും പറയല്ല. സത്യം ചെയ്. സത്യം. തലയെ തൊട്ട് സത്യം ചെയ്. എന്റെ തലയെ തൊട്ട് സത്യം. ശോഭനെ, ശോഭനെ. എന്താ എന്താ സുഖല്ലേ? വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ. ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? പേടി തട്ടിയതായിരിക്കും. ഒന്ന് ഒഴിഞ്ഞിടാം. ഒന്നുമില്ലടി. കോഴിക്കോട് അടച്ചാ? കോഴിക്കോടോ? അതൊക്കെ എപ്പോഴേ അടച്ചു? എന്തേ? ആടിന് വെള്ളം കൊടുത്താ? ആടിനൊക്കെ വെള്ളം കൊടുത്തു. പിന്നെന്താന്ന്? പിന്നെന്താ? ഇങ്ങോട്ട് നിന്നേ. ശോഭനെ, എന്താ? എന്താന്ന്? ഇങ്ങനെ ഒരു മനുഷ്യൻ. പ്രേമ, പ്രേമ, ഇങ്ങട്
പ്രേമ പ്രേമ ആരാ ഇങ്ങോട്ട് വാ ഏ? ഇങ്ങോട്ട് വാ. എന്താ എൻ്റെ അമ്മേ ഒരു ഗ്ലാസ് വെള്ളം വേഗം കൊണ്ടുപോടോ. എന്താ ഒഴിച്ചോ. ഒരു ഗ്ലാസ് കൊണ്ട് ചോദിച്ചോളൂ. എന്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കേറുന്നു. എന്ത് പറ്റി? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്ത് പറ്റി മണിയാണ് ചേട്ടാ? ഞാൻ എന്റെ ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. എന്ത് ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള കൽപ്പിരിക്കില്ല എന്റെ പ്രേമ. ഭാര്യയോടെന്നല്ല ഒരാളോട് പോലും പറയരുത്. അവൾ ഇവിടുന്ന് പോയാലും പോയാലും പ്രശ്നമല്ലേ? ജീവിതത്തിൽ ഒരിക്കലും. സ്റ്റോപ്പിൽ കിടന്ന് ഉറങ്ങണോ? ഒരു ഗ്ലാസ് വെള്ളം എന്താ? ആ കിണറ്റിന്ന് ചാടി കുടിക്കണോ? പോടോ. നീ പോയി ചാടറ. ഉഷ്. എന്താ പ്രേമ? പ്രേമചന്ദ്രന്റെ കൂടെ താമസിക്കുന്ന വേലായുധം കുട്ടിയില്ലേ, അവനാണല്ല പെണ്ണ കൺമണി. നമ്മുടെ റോയ് മാത്യു സാറിന്റെ വീട്ടിൽ നിന്ന് കാണാതായ തമിഴത്തി കൺമണി. പകല രാത്രിയാ? താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെയെന്നാ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. എടോ കൺമണി എവിടെയുണ്ടെന്ന് വിഷമം കൊണ്ടാ? മര്യാദയ്ക്ക് സത്യം പറയടോ. വയറിളക്ക് തന്നെ ഞാനിന്ന് എന്റെ അയ്യോ. ശരി അളിയോ, അതെ സമയം 11:30 കഴിഞ്ഞു, പെട്ടെന്ന് വാ. എന്നെ ആരും നിർബന്ധിച്ചുകൊണ്ട് പോയതല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്നെ കല്യാണം കഴിക്കാൻ അന്ന് തന്നെ പറഞ്ഞതാ. ഞാനാ പറഞ്ഞ അച്ഛൻ കൂടി സമ്മതിച്ചിട്ട് മതിന്ന്. എനിക്ക് പ്രേമൻ ചേട്ടന്റെ കൂടെ തന്നെ പോയാ മതി. അളിയ ഒന്ന് നിക്കുന്നേ. ഓ, ഇനി എന്നത്തിനാ നിൽക്കുന്നേ? കോടതി പറയാൻ പോകുന്ന എന്തെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണായതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് പോകാൻ അനുവദിക്കും. എന്നാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓ, ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തേ. ഇന്ന് അമ്മച്ചിയെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കേണ്ട ദിവസാ. അതിട്ടാ ഇങ്ങോട്ട് ഓടി വന്നത്. ആ, നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ബീനയും കൂട്ടി വീട്ടിലേക്ക് വന്ന് കേട്ടാ. ശരി. ആ ടിക്കറ്റ് 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 ടിക്കറ്റ്. ഒരു മിഷൻ കോട്ടേഴ്സ്. ആ ഇവിടെ പുറയിൽ ആളുണ്ട്. പുറകിൽ ആരുമില്ല. കണ്ടക്ടർ, ചുങ്കത്തേക്ക് ഒരു ടിക്കറ്റ്. ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. അല്ല, പുറകിൽ നിങ്ങളാണെന്ന് ഈ കുട്ടി പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പക്ഷെ ഈ കുട്ടി എന്റെ ആരുമല്ലെന്നുള്ള സത്യം എനിക്ക് പറയാമല്ലോ. കല്യാണം കഴിക്കാൻ പോവാന്ന് കോടതി പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അതിനുമുമ്പ് ഡൈവേഴ്സ് ആയ. ഓ, കുടുംബ പ്രശ്നമാണല്ലേ. ആള് ഇത് തന്നെയല്ലേ കൊച്ചേ? അതെ. ആ ടിക്കറ്റ് ഒരല്പം മാറിക്കേ. ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് പോട്ടെ സാറേ, കുടുംബ പ്രശ്നമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാമോ? സാരമില്ലെന്ന്. അയ്യോ. ഏയ്, ഒന്ന് പതുക്കെ നടക്ക്. പതുക്കെ നടക്കാൻ നിക്ക്. എന്നെ കളറുള്ള ആളല്ലേ, പിന്നെന്താ ഇങ്ങനെ? എന്റെ അച്ഛൻ പറയാറുണ്ട്, മനുഷ്യത്വം ദയ ഇതൊന്നും കാണിക്കാൻ പാടില്ലാത്ത കാലമാണിതെന്ന്. ഇത്രയും വലിയ കുരിശ് ചുമക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഇപ്പൊ എന്താ അത് ഉണ്ടായത്? മാനവും മര്യാദ ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇടി എത്ര പേരുടെ മുമ്പിൽ വെച്ചാൽ തമ്മിൽ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കാൻ പോവാണെന്ന് നീ വിളിച്ചു പറഞ്ഞേ കേട്ടവരെ എന്നെ പറ്റി എന്താ ധരിച്ചിട്ടുണ്ടാവുക? ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ ഇറങ്ങി പോരാൻ പറ്റി.
കോടതിയിലേക്ക് വരുമ്പോ ഒരു പോലീസുകാരത്തെ സ്വകാര്യമായിട്ട് ഈ സൂത്രം പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ നമ്മളെ രണ്ടാളെ ഇപ്പൊ ജയിലിൽ പിടിച്ചിട്ടേനെ. തൂക്കിക്കൊന്നാലും ഇതിനേക്കാൾ ഭേദമായിരുന്നു. ഈശ്വര, ഇവിടുത്തെ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? തേക്കും തോട്ടത്തിലാണാ സ്റ്റോപ്പ് സ്റ്റോപ്പ്. എങ്ങോട്ടാ സാറേ? മനസ്സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും. 1-ാം തീയതി ബാറിൽ അവധിയാണ് സാറേ. ഏയ് എന്താ മോളെ ഉടഞ്ഞത്? ശബ്ദം കേട്ടപ്പോ മനസ്സിലായില്ലേ? ഏതോ കുപ്പിപ്പാത്രമാണെന്ന് മനസ്സിലായി. അത് ഏതാണെന്നാ ചോദിച്ചത്. പിന്നെ 100 കണക്കിന് പാത്രം അങ്ങ് നിരത്തി വെച്ചിരിക്കല്ലേ ഉടക്കാനായിട്ട്. ആ പുളി ഇട്ടിരുന്ന പാത്രം. നല്ലോണം പെറുക്കിക്കള, ഇല്ലേ കുപ്പിച്ചില് കാലിലെങ്ങാനും കൊള്ളു. ഓ കൊറേ നേരം ആയല്ലോ ഈ മുറം വെച്ചോണ്ടല്ലോ ഇരിപ്പ് തുടങ്ങിട്ട്. അരിയിലെ കല്ല് പെറുക്കണ്ട, പിന്നെ പെറുക്കിയെടുത്തോളൊക്കെ മതി. അടുപ്പത്ത് വെള്ളം കിടന്ന് തിളച്ച് മറിയാ. എടി പിന്നെ അത് കഴിവൊന്നും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവാ. ഈ പെണ്ണിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങളുടെ ഇടയിലല്ലേ ജീവിക്കുന്നേ, പിന്നെ എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കുന്നേ? എന്റെ കൊടുങ്ങല്ലൂരമ്മേ, ഈ പെണ്ണെന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നേ? ഓ അല്ല, ഒന്ന് ചോദിച്ചിട്ടാവാന്ന് വിചാരിച്ചിട്ടാ. ഒരു A ക്ലാസ് കേസുണ്ട്. ചെറുക്കൻ മംഗലാപുരത്ത് ടൈലറാ, ഇപ്പൊ നാട്ടിലുണ്ട്. ഞായറാഴ്ച വന്നാ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കൊണ്ടുവരണോ വേണ്ടേ? എന്തിനാ രാമകൃഷ്ണൻ ചേട്ടാ വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഞാനിപ്പോ ആ മോഹമൊക്കെ അങ്ങ് വിട്ടു. എത്ര നല്ല ആലോചനയാന്ന് പറഞ്ഞാലും എന്റെ മോക്ക് പിടിക്കത്തില്ലെന്നേ. അത് അമ്മയാണോ തീരുമാനിക്കുന്നേ? നിങ്ങൾ അവരോട് വരാൻ പറഞ്ഞോളൂ. ഇനിയിപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് സമ്മതം. പോരെ? ഹോ, മനസമാധാനത്തോടെയുള്ള മാഷിന്റെ കിടപ്പ് കാണുമ്പോ തന്നെ എന്തൊരു സുഖ. നന്നായുള്ളൂ മാഷെ. എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതാ. ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അച്ഛനും മോനും മാത്രം പോരല്ലോ. ഒരു മരുമകൾ വരണം, അവർക്ക് മക്കൾ ഉണ്ടാവണം, അവരുടെ കളിയും ചിരിയും കരച്ചിലും ഒക്കെ ഈ വീട് മുഴുവൻ നിറയണം. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത പ്രേമന് ഉണ്ടായല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഇതാ കുട്ടിയെ ധർമ്മസങ്കടത്തിൽ നിന്ന് അവനെന്ന് രക്ഷിച്ചതാ. അതിന് മനസ്സുണ്ടാവാന്ന് പറഞ്ഞ ചില്ലറ കാര്യാണോ? വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടാ? ആരോരും ഇല്ലാത്തൊരു കുട്ടിക്ക് ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ അതൊരു പുണ്യം തന്നെയാ. പറയുന്നത് അങ്ങോട്ട് മനസ്സിലാകില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? ശോഭനയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. മാഷേ, നമ്മളൊക്കെ പാവങ്ങളാ. പിള്ളേര് പറയണത് അങ്ങനെ എന്നെ അങ്ങോട്ട് വിശ്വസിക്കും. അവിടെ മണികണ്ഠേട്ടന്റെ പെങ്ങള് വിലാസിനി, അവള് കുഞ്ഞൂട്ടേട്ടനും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ആളോള് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചോ? ദേ, എന്റെ ഈ തലയിൽ തൊട്ട് സത്യം ചെയ്തതാ ഏട്ടത്തി അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഒടുവിൽ ഗുരുവായൂർ പോയി താലിയും കിട്ടി വന്നപ്പോഴല്ലേ ഞങ്ങൾ അന്തം വിട്ടത്. ദേ, ഇതിപ്പോ മാഷോട് തുറന്ന് സമ്മതിക്കാൻ അവന് വിഷമം കാണും. നമ്മളത് മനസ്സിലാക്കണ്ടേ? എവിടെയാ മിടുക്കത്തി? അമ്പടി കേമി. ദാ, ഇത് ശോഭനേച്ചിയുടെ വക. നിനക്ക് ഇഷ്ടാവോന്നറിയില്ല. സാരിയും ചുരിദാറും ഒക്കെ ഉണ്ട്. വരണ വഴി മൊയ്തീൻകാട കടയെന്ന് വളയും മാലയും കമ്മലും പൊട്ടും എല്ലാം ഇങ്ങ് വാങ്ങിച്ചു. പ്രേമൻ ഇതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. അയ്യോ, ഞാനത് പെട്ടെന്ന് വേറെ വഴിയില്ലാത്തോണ്ട് അതൊന്നും സാരമില്ലാന്നേ. ദൈവം തമ്പുരാൻ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കും. അതിനിടയ്ക്ക് കുറച്ച് വിഷമിപ്പിക്കും, കരയിക്കും. അതൊക്കെ സാധാരണയാ. മനസ്സുകൊണ്ടുള്ള ചേർച്ചയാ പ്രധാനം. ഇനി നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ചെറിയ തോതിലാണെങ്കിലും ആ ചടങ്ങ് അങ്ങ് നടത്തണം. ദേ, കഴുത്തിലൊരു താലി വീഴുന്നവരെ കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. കുറുമ്പോ? എന്ത് കുറുമ്പ്? ഓടി അവിടുന്ന്. ഈ പെണ്ണിന്റെ ഒരു കാര്യം.